പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ അതൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ ഇത് പ്രതിഷേധത്തിന്റെ സമയം. അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ 7478 സീറ്റിന്റെ കുറവുണ്ടാകുമെന്ന് സംബന്ധിച്ച് മന്ത്രി വി ശിവൻകുട്ടി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയാണ്. നിയമസഭയിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ നിന്ന് സംഘടനകൾ പിന്മാറണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സർ, കഴിഞ്ഞ വർഷം 14 ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ ഷിഫ്റ്റ് ചെയ്ത് നൽകി. ഇതിനു പുറമെ 84 അധിക താൽക്കാലിക ബാച്ചുകൾ ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം അനുവദിക്കുകയുണ്ടായി. സർ, ഒന്നും അനുവദിച്ചില്ല എന്ന് പറയുന്നതിൽ അതിലൊരു വിഷമവും ന്യായക്കേടും ഉണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ ഈ വർഷം അലോട്ട്മെൻറ്റുകളുടെ തുടക്കത്തിൽ തന്നെ മുൻ വർഷങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത് 14 ബാച്ചുകൾ തുടരുന്നതിനും താൽക്കാലിക അധിക ബാച്ചുകൾ തുടരുന്നതിനും മാർജിനൽ സീറ്റ് വർദ്ധന അനുവദിക്കുകയുണ്ടായി. +1 സീറ്റിലെന്ന് പറയുമ്പോൾ പോളിടെക്നിക്കിൽ സീറ്റില്ലേ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചോദ്യമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് മലപ്പുറത്തേത്. SFIയും സമരം തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. SFI സമരം തുടങ്ങുകയും ചെയ്തു. സർ, ഇവർക്ക് പഠിക്കാൻ +2 സീറ്റില്ലെങ്കിൽ അവർക്ക് വല്ല അൺഎയ്ഡഡിലും പോയാൽ പോരെ? ബഹുമാന വിദ്യാഭ്യാസത്തിൽ ശരിയാണോ? ഈ അപ്രോച്ച് ശരിയാണോ? സർ, 6-7 കൊല്ലായില്ലേ ഈ ഗവൺമെൻറ് പ്രൊപ്പോർഷനേറ്റായിട്ട് സീറ്റ് വർധനവ് കുട്ടികൾ പാസ്സായി വരുന്നതിനനുസരിച്ച് സീറ്റ് കൊടുക്കണ്ടേ? യെസ് പ്ലീസ്. ഏതെങ്കിലും ഒരു കാലത്ത് അല്ലേ? അതാണ് ബാച്ചുകൾ അനുവദിക്കണം. യെസ് പ്ലീസ്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. +1 ക്ലാസുകൾ തുടങ്ങിയ ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. മലപ്പുറത്തും കോഴിക്കോടും ഹയർ സെക്കൻഡറി മേഖലാ ഉപഡയറക്ടറുടെ ഓഫീസ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉപരോധിച്ചു. KSU MSF പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറത്ത് കനത്ത മഴയിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. വയനാട്ടിലും MSF പ്രവർത്തകർ പ്രതിഷേധിച്ചു. വി എ ഗിരീഷും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം ഷഹദിലേക്ക്. ഷഹദ്, ഇന്നും വ്യാപക പ്രതിഷേധം. ഇപ്പോൾ +1 ക്ലാസ് തുടങ്ങുന്ന SFIയും ഏറ്റവും കൂടുതൽ പ്രതിഷേധമായി രംഗത്തിറങ്ങുന്നു. വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയ ഭേദമില്ലാത്ത പ്രതിഷേധത്തിനല്ലേ ഇന്ന് ആ മേഖല സാക്ഷ്യം വഹിച്ചത്? ഷഹദ്. തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് +1 ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ MSFന്റെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ സമരം ആരംഭിച്ചത്. രാവിലെ 10 മണിയോടുകൂടി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് MSFലെ വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ഇവരെ ഈ പ്രധാന കവാടത്തിൽ, അതായത് ഈ ഓഫീസിന്റെ പ്രധാന കവാടത്തിൽ പോലീസ് തടഞ്ഞു. പിന്നീട് ഉന്തും തള്ളുമുണ്ടായി. ഏറ്റവും ഒടുവിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയിലാണ് KSU പ്രവർത്തകർ അതേ ഓഫീസിലേക്ക് തന്നെ മാർച്ച് നടത്തുകയും പിന്നീട് ആ മാർച്ച് അക്രമാസക്തമാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത്. അവരെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊട്ട് പുറകെയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം മലപ്പുറം നഗരത്തിൽ ഉണ്ടായിരുന്നത്. പാലക്കാട്, കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയും വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് വലിയ രീതിയിലുള്ള മഴ മലപ്പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആ മഴയെ പോലും വകവെക്കാതെയാണ് റോഡിൽ കിടന്നുകൊണ്ട് ഈ പ്രവർത്തകർ പ്രതിഷേധിച്ചത് എന്നുള്ളതാണ്. പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള മാർച്ച് അല്ലെങ്കിൽ പ്രതിഷേധം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നടക്കുന്നത് മലപ്പുറം കളക്ടറേറ്റിലേക്ക് SFIന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. നമുക്കറിയാം, വിദ്യാർത്ഥി സംഘടന SFI, അതായത് സർക്കാരിന്റെ തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI സർക്കാരിനെതിരെ, ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ SFI തന്നെ മുദ്രാവാക്യം ഉയർത്തുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക്
സീറ്റ് അനുവദിക്കുക, അധിക ബാച്ചുകൾ അനുവദിക്കുക, മലപ്പുറത്തെ അല്ലെങ്കിൽ മലബാറിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തുന്നു. കഴിഞ്ഞ ദിവസം SFIന്റെ സംസ്ഥാന നേതാക്കളും ഒപ്പം തന്നെ ദേശീയ നേതാക്കളും മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി സീറ്റ് ഉറപ്പുവരുത്തുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഉറപ്പ് പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും പ്രക്ഷോഭ പരിപാടികളുമായി തെരുവിലേക്ക് ഇറങ്ങുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ കാണുന്നത് കൊല്ലത്തെയാണ്. കൊല്ലത്തെ ഓഫീസിലേക്ക് കൊല്ലത്ത് KSUവിന്റെ പ്രതിഷേധമാണ് കാണുന്നത്. വിദ്യാർത്ഥികൾ ഗേറ്റ് ചാടിക്കാണാൻ ശ്രമിക്കുന്നുണ്ട്, പോലീസ് പ്രതിരോധിക്കുന്നു. ദേവി ജയശങ്കർ, ജയശങ്കർ +2 വിഷയത്തിൽ തന്നെയല്ലേ കൊല്ലത്തെയും KSUവിന്റെ പ്രതിഷേധം? അതായത് ആശ്മി, പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിലുള്ളൊരു ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുന്നത്. പ്രവർത്തകർ അല്പസമയം മുമ്പ് കളക്ടറേറ്റിന്റെ കമ്പിവേലി വേദിച്ച് ഉള്ളിലേക്ക് കയറാൻ ശ്രമം നടത്തി. ഒരു പ്രവർത്തകൻ ഉള്ളിലെത്തുകയും ചെയ്തു. ഇതിനുശേഷം ഈ പ്രവർത്തകനെ പോലീസ് തിരിച്ച് പുറത്തേക്കാക്കുകയായിരുന്നു. പോലീസും പ്രവർത്തകനും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ +1 സീറ്റ് പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU കൊല്ലം കളക്ടറേറ്റിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ സംഘർഷം, വലിയ സംഘർഷം ഉണ്ടാകുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ആണ് ഇവിടെ അവസ്ഥയുള്ളത്. പോലീസ് ഗ്രനേഡ് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം, ടിയർ ഗ്യാസ് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്രമാസം സംഘർഷ അവസ്ഥയിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയാണുള്ള. പ്രവർത്തകരും പിരിഞ്ഞു പോകാൻ തയ്യാറാക്കുക എന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. പോലീസ് എറിഞ്ഞ ഗ്രനേഡ് പ്രവർത്തകർ തിരിച്ച് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോലീസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. വീണ്ടും പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. പക്ഷേ പോലീസ് എറിഞ്ഞ ഗ്രനേഡൊന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല എന്നതാണ് മറ്റൊരു കൗതുകം. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ വന്നതോടെയാണ് പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ പോലീസ് പ്രയോഗിച്ച ഗ്രനേഡൊന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ദൃശ്യങ്ങൾ കാണാം. പോലീസ് എറിഞ്ഞ ഗ്രനേഡ് പോലീസിലേക്ക് എറിയുന്നത് മറ്റും ദൃശ്യങ്ങളിൽ കാണാം. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. നൂറിലധികം KSU പ്രവർത്തകരാണ് ഇവിടെ ഈ സമരത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. വീണ്ടും പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പൊട്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പൊട്ടാത്ത ഗ്രനേഡുകളാണ് പോലീസ് വലിച്ചെറിഞ്ഞതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും മഴ വല്ലതും ഉണ്ടോ? ഗ്രനേഡ് തണുത്തോ വല്ലതും ആണോ പൊട്ടാതിരിക്കാൻ കാരണം? പ്രവർത്തകർ ആശ്മി, ഒന്നിൽ കൂടുതൽ തവണ പോലീസ് ഈ ഗ്രനേഡ് പ്രയോഗിച്ചു. അതെല്ലാം തന്നെ പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് എറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ പിരിഞ്ഞു പോകാൻ തയ്യാറല്ലെന്ന ഒരു നിലപാടിലാണ് പ്രവർത്തകരുള്ളത്. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് കൂടുന്ന സാഹചര്യമാണ്. അല്പസമയം മുമ്പ് പ്രവർത്തകർ ചിന്നിച്ചിതറിയിരുന്നു. നിലവിൽ വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് പ്രവർത്തകർ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പോലീസും പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് അംഗീകരിക്കണം, അതുവരെ സമരം തുടരുന്ന ഒരു നിലപാടിൽ ഉറച്ചുകൊണ്ട് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനൊപ്പം കൊല്ലത്തെ നൂറോളം വരുന്ന പ്രവർത്തകരാണ് ഇവിടെ ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ചെറിയ മഴയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെയാണ് പ്രവർത്തകർ ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധവുമായി പോകുന്നത്. 3-ലധികം തവണ പ്രവർത്തകരും പോലീസും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസിന്റെ ഭാഗത്തേക്ക് വന്നാൽ പോലീസ് തികച്ച സംയമനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. പ്രവർത്തകരെ മറ്റു തരത്തിൽ പ്രകോപിക്കുന്ന രീതിയിൽ പോലീസ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇവിടെ കൊല്ലത്തെ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം ബാരിക്കേഡിൽ മറികടക്കാനുള്ള നീക്കങ്ങളുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിലേക്കാണ് അവിടെ കൊല്ലത്താണ് കളക്ടറേറ്റിലേക്ക് KSU പ്രവർത്തകർ പ്രതിഷേധം നേരത്തെ കണ്ടത്. കുരിച്ചൊരുന്ന വലിയ മഴയത്തും അവിടെ പ്രതിഷേധമായി എത്തുന്നുണ്ടായിരുന്നു KSU പ്രവർത്തകർ. പോലീസ് എറിഞ്ഞ ഗ്രനേഡുകൾ പൊട്ടാത്ത സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പോലീസ് പിന്നീട് പറയട്ടെ. എന്തായാലും വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി +1 സീറ്റ് പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാഴ്ച. +1 സീറ്റ് പ്രതിസന്ധി കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത നടപടിയിലും പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റി നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരിയാണ് വീണ്ടും. അലക്സ്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ SFI പോലും ഇന്ന് സമരമുഖത്തേക്ക് ഇറങ്ങുന്നു. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. വിഷയം
+1 സീറ്റ് പ്രതിസന്ധി? അലക്സ്. ഹാഷ്മി, തീർച്ചയായും അതായത് സമരമുഖരിതമാകുന്നു തലസ്ഥാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി അത് പ്രതിപക്ഷം കൃത്യമായി തന്നെ അത് രാഷ്ട്രീയ വിഷയമായി ഇതിനോടകം ഉയർത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ കാര്യം. കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് അക്രമാസക്തമാവുകയാണ്. അവിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുക, ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു KSU പ്രവർത്തകർ. പോലീസുമായി നേരിട്ട് അടിയുണ്ടാകുന്നു. പോലീസിന്റെ വടിയാണോ അതോ സമരക്കാർ കൊണ്ടുവന്ന ചെറിയ പൈപ്പ് പോലുള്ളതാണോ? എന്തായാലും പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ, പോലീസും KSU പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടത്തുകയാണ്. അവിടെ ടിയർ ഗ്യാസുകൾ എറിഞ്ഞു. ടിയർ ഗ്യാസ് എന്തുകൊണ്ട് പൊട്ടിയെന്ന് ഇപ്പോൾ തോന്നുന്നു. അവിടെ പുകയൊക്കെ കാണുന്നുണ്ട്. അതോ ജലപീരങ്കി? അല്ല, ജലപീരങ്കിയാണത്. അത് ജലപീരങ്കി പ്രയോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇവിടെ കൊല്ലത്ത് കളക്ടറേറ്റിൻ്റെ ഗേറ്റ് ചാടിക്കടക്കാൻ KSU പ്രവർത്തകർ ശ്രമിക്കുന്നു. അതിന് അപ്പുറത്ത് നിന്ന് പോലീസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. നേർക്കുനേർ വലിയ വാക്പോരടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. KSU പ്രവർത്തകർ അതിൻ്റെ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അവിടെ +1 സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്നതിന് വിദ്യാർത്ഥി സംഘടനകളൊന്നും മുഖവിലയ്ക്ക് എന്തായാലും എടുക്കുന്നില്ല. അവിടെ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറയുകയുമാണ്. തിരുവനന്തപുരത്തും നിയമസഭയിലേക്കാണ് മാർച്ച് നടക്കുന്നത്. അവിടെ പ്രശ്നം +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ കഴിഞ്ഞ ദിവസം KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ ഒരു കരിങ്കൊടി കാണിച്ചിരുന്നു. ഗോപു നെയ്യാറിനെ വീട് വളഞ്ഞ അറസ്റ്റ് ചെയ്ത നടപടിയിലാണ് തിരുവനന്തപുരത്തെ KSU പ്രവർത്തകരുടെ പ്രതിഷേധം. സമരമുഖരിതമാകുന്നു സംസ്ഥാനമെമ്പാടും. വിദ്യാർത്ഥി സംഘടനകൾ മലബാർ മേഖലയിൽ MSF അതിശക്തമായ പ്രതിഷേധം കാഴ്ചവെക്കുന്നു. കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ KSU വലിയ പ്രതിഷേധം കാഴ്ചവെക്കുന്നു. MSF അടക്കം, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അടക്കം, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനാ സമര നേതൃത്വങ്ങളൊക്കെ ഇന്ന് ഈ തെരുവിൽ സമരമുഖത്താണ്. കാരണം +1 സീറ്റ് പ്രതിസന്ധിയാണ്. വിദ്യാഭ്യാസ മന്ത്രി +1 സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു സഭയിൽ. ചില കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരോക്ഷമായി ശരിയാണെന്ന് പറയാമെങ്കിൽ കൂടിയും പ്രാക്ടിക്കൽ ഗ്രൗണ്ടിൽ അതൊന്നും വിലപ്പോകുന്നില്ല എന്നുള്ളതിനാണ് ഈ സമരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊല്ലത്ത് കളക്ടറേറ്റിലേക്കാണ് KSUവിൻ്റെ മാർച്ച്. പലയാവർത്തി അവിടെ ജലപീരങ്കി പ്രയോഗവും ടിയർ ഗ്യാസ് പ്രയോഗവും ഉണ്ടായി. തിരുവനന്തപുരത്തും നിയമസഭയിലേക്കാണ് മാർച്ച്. അവിടെ കുറച്ചുകൂടി അക്രമാസക്തമാകുന്നു സമരം എന്ന് പറയാം. അലക്സ് റാം മുഹമ്മദ് തുടരുന്നു. അലക്സ്, തിരുവനന്തപുരത്തെ നിയമസഭാ സമരം മാർച്ച് കുറച്ച് സംഘർഷഭരിതമാവുന്നു എന്ന് പറയാനായോ? ഹാഷ്മി, തീർച്ചയായും അതായത് തലസ്ഥാനത്ത് ഈ മാർച്ച് അല്പം മുമ്പാണ് KSU പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ചുമായി എത്തിയത്. അവർ എത്തിയപോലെ തന്നെ ബാരിക്കേഡ്, അതായത് നിയമസഭയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഈ ബാരിക്കേഡുകൾ ഭേദിക്കാനുള്ള ശ്രമം, അത് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. അപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്ന വലിയ മുദ്രാവാക്യം വിളി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഇത് KSUവിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രധാനമായി രണ്ടാമതും KSUവിന്റെ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ച, നിയമസഭയുടെ മുന്നിൽ നിന്നുള്ള കാഴ്ച. നിരവധിയായ KSU പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഈ സമരത്തിന്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി അത് വലിയ രാഷ്ട്രീയ വിഷയമാക്കി അത് ഉയർത്തിക്കാട്ടുന്നുണ്ട് പ്രതിപക്ഷ സംഘടനകളും പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രതിപക്ഷവും ഒക്കെ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ഇതിന് കണക്ക് നിരത്തി ആവർത്തിച്ച് മറുപടി പറയുന്നുണ്ടെങ്കിലും ആ കണക്കൊന്നുമല്ല റിയാലിറ്റി, അതൊന്നുമല്ല ശരിയെന്ന് പ്രവർത്തകർ പറയുന്നുണ്ട്. ഇപ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സീറ്റ് നേടാതെ പുറത്താണ്, സീറ്റ് ലഭിക്കാതെ പുറത്താണ്, സ്കൂളിൽ എത്താൻ സാധിക്കാതെ അവർ പുറത്തു നിൽക്കുകയാണെന്നുള്ളതാണ് അവർ പ്രധാനമായി പറയുന്നത്. വീടിനടുത്ത് അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. മുഴുവൻ A+ വാങ്ങിയ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് വലിയ പ്രതിസന്ധി അവർക്ക് നേരിടുന്നുണ്ട്. അവരോട് നിങ്ങൾ പോളിടെക്നിക്കിൽ ണ്ടെന്ന് പറഞ്ഞ എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ന്യായമാണ്. SFI പോലും അടിവരയിടുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം എത്ര കാലം ആ അവകാശവാദ വിശദീകരണം നൽകാനാകും, തുടരാനാകും എന്നുള്ളത് വലിയ ചോദ്യമാണ്. SFI പോലും പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങാൻ, സമരരംഗത്തേക്ക് ഇറങ്ങും എന്ന മുന്നറിയിപ്പ് SFI പോലും നൽകുന്ന സാഹചര്യമുണ്ട്. ഇന്നും വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അവരുടെ വിശദീകരണം, സർക്കാരിന്റെ വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട്. ഈ സമരങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നത്. അദ്ദേഹം ഈ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് ഈ 1ാം ഘട്ട അലോട്ട്മെന്റ് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധവുമായി ചിലർ രംഗത്തിറങ്ങുകയാണ്. അതിന് പിന്നിൽ പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അപ്പോഴും അദ്ദേഹം കാര്യമുണ്ട്, 3ാമത്തെ അലോട്ട്മെന്റ് പൂർത്തിയാകട്ടെ, അപ്പോൾ കാണാം അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അത് അപ്പോൾ കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 3ാം ഘട്ട അലോട്ട്മെന്റും കഴിഞ്ഞ് ഇന്ന് +1 വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയ ദിവസമാണ്. ഇപ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മലപ്പുറത്ത് പഠിക്കാൻ പോകാതെ അല്ലെങ്കിൽ സ്കൂളുകൾ അഡ്മിഷൻ കിട്ടി പുറത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ മുഴുവൻ A+ വാങ്ങിയ വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വിഷയം ചൂസ് ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട്. വലിയ വിഷയമായി അത് പ്രതിപക്ഷം ഉയർത്തുന്നു, പ്രത്യേകിച്ച് KSU ഉയർത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി
മന്ത്രി ഒ ആർ കേളുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ KSU പ്രവർത്തകർ അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചതും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കരിങ്കൊടി കെട്ടിയതും അതൊരു അപ്രതീക്ഷിത സമരമായിരുന്നു. പോലീസ് പോലും ആ സമരത്തെ സംബന്ധിച്ച് വലിയ ധാരണ പോലീസിന് പോലും ഉണ്ടായിരുന്നില്ല. KSUവിന്റെ കൊടിയും കരിങ്കൊടിയും വിദ്യാഭ്യാസ മന്ത്രിയുടെ വാഹനത്തിൽ കെട്ടിയായിരുന്നു അവരുടെ പ്രതിഷേധം. അവിടെ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നത് സമരം ചെയ്യാനുള്ള നിഷേധിക്കാനുള്ള അവകാശവും KSU പ്രവർത്തകർ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അപ്പോഴും അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലുള്ള വിശദീകരണങ്ങൾ നടത്തുകയായിരുന്നു. ആ സമരത്തെ തുടർന്നാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പോലീസ് അദ്ദേഹത്തിന്റെ നെയ്യാറിലെ വീട് വളഞ്ഞത് കന്റോൺമെന്റ് പോലീസ് നെയ്യാറിലെ വീട് വളഞ്ഞാണ് ജില്ലാ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത്. ജില്ലാ പ്രസിഡന്റ് ഇപ്പോഴും കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ റിമാൻഡൊന്നും ചെയ്തിട്ടില്ല, കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഗോപു നെയ്യാർ ഉള്ളത്. ഇതിൽ കൂടി അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു KSU പ്രവർത്തകർ എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റിന് അനാവശ്യമായി വീട് വളഞ്ഞ് അതൊരു കുറ്റവാളിയെ പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതിനുള്ള പ്രതിഷേധം കൂടി തങ്ങൾ അറിയിക്കുന്നുവെന്ന് KSUവിന്റെ ജില്ലാ കമ്മിറ്റി പറയുന്നുണ്ട്. മറ്റൊന്ന് +1 സീറ്റ് പ്രതിസന്ധി. യഥാർത്ഥത്തിൽ ചൊവ്വാഴ്ച ദിവസം, അതായത് നാളെയാണ് നിയമസഭയിലേക്ക് KSU ഈ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട മാർച്ച് നടത്താൻ ഉദ്ദേശിച്ചിരുന്നതെന്നാണ് നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജില്ലാ പ്രസിഡന്റ് അറസ്റ്റിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ സമരം അവർ ഇന്നത്തേക്ക് മാറ്റിയതെന്നാണ് മനസ്സിലാക്കുന്നത്. 2 തവണ പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി ഇതിനോടകം പ്രയോഗിച്ചിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്. വലിയ മഴയായിരുന്നു, കോരിച്ചൊരിയുന്ന മഴയായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് 1/4 മണിക്കൂറായി തിരുവനന്തപുരത്ത്. ആ മഴയത്ത് പോലും അവർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. മഴ അല്പം ശമിച്ചപ്പോഴാണ് ഈ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. വരുമ്പോഴും മഴയുണ്ടായിരുന്നു. ആ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് 2 തവണ ജലപീരങ്കി നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്ന ഒരു സവിശേഷതയുണ്ട്. സമരങ്ങളെ വലിയ രീതിയിൽ പോലീസ് തിരിച്ച് കൈകാര്യം ചെയ്യുന്നില്ല, അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു വലിയ രീതിയിൽ ഒരു പ്രതിരോധം അത്തരത്തിൽ ഈ പ്രവർത്തകർക്ക് നേരെയുള്ള ഒരു പ്രതിരോധം പോലീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇവിടെയും അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു പോലീസ്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ബാരിക്കേഡിന് പിന്നിൽ അവർ അണിനിരന്നിട്ടുണ്ട്. നേരത്തെ ഉള്ളതുപോലെ പ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇന്നലെ പോലും വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് ഈ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യത്തിൽ പോലും പോലീസ് അവിടെ സംയമനം പാലിച്ചിരുന്നു. ഒരുപക്ഷെ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നായിരിക്കും. ഇപ്പോൾ വനിതാ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് വശത്തുകൂടി, മതിലിന്റെ വശത്തുകൂടി അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് വനിതാ പ്രവർത്തകർ നടത്തുന്നത്. അവിടെ പോലീസ് അവരെ തടയുന്നുണ്ട്. അവർക്ക് പിന്തുണയായ മറ്റു പ്രവർത്തകർ കൊല്ലത്ത് കളക്ടറേറ്റിലേക്കാണ് KSUവിന്റെ മാർച്ച്. +1 സീറ്റ് പ്രതിസന്ധിയിൽ തന്നെയാണ് അവിടെയും മാർച്ച്. അവിടെ കുറെ അധികം സമയമായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു നേർക്കുനേർ മുഖാമുഖ പോരാട്ടത്തിലേക്ക് തന്നെ നിൽക്കുകയാണ്. അവിടെ ഗേറ്റ് ചാടിക്കടക്കാൻ KSU പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പോലീസ് അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. അവിടെ പലയാവർത്തി ടിയർ ഗ്യാസ് പ്രയോഗമാണ് ഉണ്ടായത്. പക്ഷേ ടിയർ ഗ്യാസുകൾ അങ്ങനെ എറിഞ്ഞ ടിയർ ഗ്യാസ് പൊട്ടിയില്ല എന്നൊക്കെ നേരത്തെ ജയശങ്കർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരം നിയമസഭയിലേക്കുള്ള മാർച്ച് കൂടുതൽ സംഘർഷഭരിതമാകുന്നു. നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് അവിടെ ഒരു എന്താണ് ഈ കൊല്ലത്ത് ഗേറ്റ് ചാടിക്കടന്ന ഒരു പ്രവർത്തനം തിരിച്ചിങ്ങോട്ടേക്ക് വരികയായിരുന്നു. അവിടെ വലിയ പ്രതിഷേധമായിരുന്നു. തിരുവനന്തപുരത്ത് അവിടെ ആ ബാരിക്കേഡുകൾ തള്ളി മാറ്റാൻ വിദ്യാർത്ഥികൾ കൂട്ടമായി അതിങ്ങനെ വലിക്കുന്ന ദൃശ്യങ്ങൾ കുറേയധികം സമയമായി കാണുന്നു. കുറച്ച് വനിതാ പ്രവർത്തകർ ബാരിക്കേഡിന്റെ സൈഡിലൂടെ പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ നേരത്തെ തിരുവനന്തപുരത്ത് കണ്ടു. വലിയ പ്രതിഷേധം, മലബാർ മേഖലയിലടക്കം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറയുകയാണ് മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി ഇല്ല, എവിടെയും +1 സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് പറയുകയാണ്. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. ഏതൊക്കെയോ കണക്കുകൾ വെച്ചുള്ള പ്രതിരോധമാണ് മന്ത്രി നടത്തുന്നത്. പക്ഷേ അതല്ല വസ്തുത എന്ന് പറയുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. എന്ന് പറഞ്ഞാൽ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് കണക്ക് വെച്ചുള്ള ആ പ്രതിരോധം അത് ശരിയല്ല, യാഥാർത്ഥ്യം അതല്ല എന്ന് പറയുകയാണ്. യാഥാർത്ഥ്യം അതല്ല താനും. ഇന്നലെ നമ്മൾ മലപ്പുറത്ത് പോകുമ്പോൾ അവിടുത്തെ കുട്ടികളോട്, എല്ലാ വിഷയത്തിലും A+ നേടിയ കുട്ടികളോട് ചോദിക്കുമ്പോൾ 1-2 വിദ്യാർത്ഥികളെങ്കിലും പറഞ്ഞു കുറച്ച് ദൂരം മാത്രമാണ്, അഡ്മിഷൻ കിട്ടി, പക്ഷേ വീട്ടിൽ നിന്ന് 1-2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് പോകേണ്ട ദൂരമുണ്ട് എന്ന് പറയുകയാണ്. അത് എക്സാക്ട്ലി ആ പ്രശ്നം തന്നെ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രവേശനം കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട്. ഇനി പ്രവേശനം കിട്ടിയവർക്ക് തന്നെ വീട്ടിൽ നിന്ന് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ യാത്ര ചെയ്ത് പോകേണ്ട അവസ്ഥയുണ്ടെന്ന് പറയുകയാണ്. പഴയ പ്രീ-ഡിഗ്രി കാലം നമ്മൾക്ക് വീടിനടുത്താണോ പഠിച്ചത് എന്നൊരു ചോദ്യമൊക്കെ ഉയർത്തുന്നുണ്ടായിരുന്നു ഭരണപക്ഷം. പക്ഷേ അതൊക്കെ ഒരു മുട്ടാപ്പോക്ക് ന്യായമാണ് എന്ന് പറയുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. വീടിന് ഒരുപാട് ദൂരെ അല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ഹോസ്റ്റലിൽ പോയി താമസിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ള കുട്ടികളല്ല ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരുപാട് അകലെയല്ലാത്ത രീതിയിൽ പഠന സാഹചര്യം ഒരുക്കണം എന്ന ആവശ്യം, അത് ന്യായമായ ആവശ്യമാണ്. അത് സർക്കാർ കേൾക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ ദിവസം നാളെ ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകളുമായി നാളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് മുന്നോടിയായി ഇവിടെ തിരുവനന്തപുരം നിയമസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് കൂടുതൽ
സംഘർഷഭരിതമാകുന്നു. പലയാവർത്തി ഒരു ഡസനോളം തവണയെങ്കിലും അവിടെ ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. പക്ഷേ അതിലൊന്നും പിരിഞ്ഞു പോകാതെ KSU പ്രവർത്തകർ പോലീസിനോട് നിൽക്കുന്ന ഒരു ഏറ്റുമുട്ടുകയാണ്. പക്ഷേ പോലീസ് സംയമനം പാലിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ ഒക്കെയുള്ള സാഹചര്യത്തിൽ ലാത്തി ചാർജൊക്കെ ഇതിനോടകം ഉണ്ടാവേണ്ടതാണ്. ലാത്തി ചാർജ് ഉണ്ടായില്ല. ഇവിടെ തിരുവനന്തപുരത്ത് ജലപീരങ്കി അല്ലാതെ ഒരു ടിയർ ഗ്യാസ് പ്രയോഗവും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല. വലിയ പ്രതിഷേധം കേരളമെമ്പാടും ഈ +1 സീറ്റ് പ്രതിസന്ധിയിൽ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ABVP ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി തന്നെ പറയാം. KSU ഉണ്ട്, SFI ഉണ്ട്, MSF ഉണ്ട്, ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് ഉണ്ട്. അങ്ങനെ കേരളത്തിൽ സജീവമായി നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് വേണമെന്നുള്ള വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരമുഖത്തുണ്ട്. ABVP ഒഴിച്ച് ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇന്നും ഇന്നലെയുമൊക്കെ സമരമുഖത്താണ്. ഇന്നാണിപ്പോൾ SFI സമരത്തിലേക്ക് ഇറങ്ങുന്നത്. SFI ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അവിടെ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം SFI പറഞ്ഞതാണ്. ഇന്നാണ് അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് SFI ഇറങ്ങുന്നത്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ABVP ഒഴികെയുള്ള ഒട്ടുമിക്ക എല്ലാ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇന്ന് സമരമുഖത്തുണ്ട്. ഏത് രീതിയിൽ അത് സർക്കാർ പരിഹരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഒരു പലയാവർത്തിയുള്ള ജലപീരങ്കി പ്രയോഗം, ബാരിക്കേഡുകൾ ഇളക്കി മാറ്റാനുള്ള ശ്രമത്തിനൊക്കെ ഒടുവിൽ രംഗം ചെറുതായൊന്ന് ശാന്തമായോ? ഹാഷ്മി, പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവർ ആ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നതിന്റെ മുന്നിൽ അവർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്, പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുകയാണ്. 3 തവണ പോലീസ് അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അതിൽ പ്രധാനമായും വനിതാ പ്രവർത്തകർ അടക്കം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരൊക്കെ മഴയിൽ തന്നെ ആകെ നനഞ്ഞിവിടെ എത്തിയ പ്രവർത്തകരാണ്. അപ്പോൾ അതിന് പുറത്താണ് പോലീസ് ജലപീരങ്കി കൂടി പ്രയോഗിച്ചത്. പക്ഷേ മറ്റ് ഒരു പ്രതിരോധം അല്ലെങ്കിൽ കടുത്തൊരു പ്രതിരോധത്തിലേക്ക് കടക്കാൻ പോലീസും തയ്യാറായില്ല. അവരും സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്താണെങ്കിലും അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഈ സമരം അടുത്ത ദിവസങ്ങളിൽ തുടരും. ഇത് കടുപ്പിച്ച് തന്നെ ഈ സമരം തുടരും സർക്കാരിനെതിരെ എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് പിന്നാലെ വീണ് കിട്ടിയ ഒരു ആയുധം കൂടിയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. അത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. മലപ്പുറത്തൊക്കെ MSF അത് കൃത്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് ആ മേഖലയിലൊക്കെ. അത് KSU അത് തലസ്ഥാനത്ത് കൂടി വ്യാപിപ്പിക്കുന്നുണ്ട്. ഹാഷ്മി, നാളെ യൂത്ത് ലീഗ് സമാന വിഷയത്തിൽ നിയമസഭാ മാർച്ച് നടത്താൻ ഇരിക്കുകയുമാണ്. ലീഗിനെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. അവരിതിന്റെ സമരത്തിന്റെ അലയൊലികൾ അത് തലസ്ഥാന നഗരത്ത് എത്തിക്കും. മാത്രമല്ല അവരുടെ മുന്നണിയിൽ തന്നെ വലിയ വിഷയമായി ഇത് സർക്കാരിനെതിരെയുള്ള സമര വിഷയമായി ഈ +1 സീറ്റ് പ്രതിസന്ധി മാറ്റണം എന്ന നിർദ്ദേശം പോലും ഉണ്ട് UDF മുന്നണിക്കകത്ത് തന്നെ. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ സമരമായി അത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ SFIയുടെ നിലപാടുണ്ട്. കാരണം വിദ്യാഭ്യാസ SFI ഇതിലെടുക്കുന്നത്. SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ VP സാനു പറയുന്നത് മലപ്പുറത്ത് സീറ്റ് ക്ഷാമം ഉണ്ട്, സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് SFI തുറന്ന് സമ്മതിക്കുകയാണ്. അത് മാത്രമല്ല 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ SFI പോലും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, മലപ്പുറത്ത് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുക, +1 ബാച്ചുകൾ അനുവദിക്കുക എന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴും ബാച്ചുകൾ അനുവദിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ അഡ്മിഷൻ പൂർത്തിയായതിനു ശേഷം ഏതാണ്ട് 4000-ലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന എന്നാണ് കേരളത്തിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ സംസാരിക്കുന്നത്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് +1 അഡ്മിഷൻ ലഭിക്കാതെ അല്ലെങ്കിൽ അഡ്മിഷൻ നൽകാതെ ഈ സർക്കാർ കേരളത്തിലെ വിദ്യാർത്ഥികളെ, പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ നേരെ കോക്കിരി കുത്തുന്ന സമീപനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി സംസ്ഥാന വ്യാപകമായി KSU സമരം, വലിയ പ്രതിഷേധം കേരളമെമ്പാടുമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നടപ്പാക്കുകയാണ്. അപ്പോൾ അത് +1 സീറ്റ് പ്രതിസന്ധിയാണ്. ABVP ഒഴികെയുള്ള SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരമുഖത്ത് ഇന്നുണ്ട്. ആ പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന മുൻവിധികളില്ലാതെ ആ കണക്കുകൾ, നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടവേള. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർ ഭർത്തൃഹരി മഹതാബ് അധ്യക്ഷതയിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞതിനെതിരെ പ്രതിപക്ഷം ഭരണഘടനാ പകർപ്പുമായി പ്രതിഷേധിച്ചു. സഭാ നടപടികൾക്ക് മുൻപ് മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും സത്യവാചകം ഏറ്റുചൊല്ലി പ്രോട്ടം സ്പീക്കറായി ചുമതലയേറ്റ ഭർത്തൃഹരി മഹതാബ് 11 മണിക്ക് സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു. വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ രാജി അംഗീകരിച്ചതായി അധ്യക്ഷൻ സഭയെ അറിയിച്ചു. തുടർന്ന് MP-മാരുടെ സത്യപ്രതിജ്ഞ. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. नरेंद्र दामोदर दास मोदी जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं. 12:20 സുരേഷ് ഗോപി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ
നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. കേരളത്തിൽ നിന്നുള്ള മറ്റംഗങ്ങൾ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോടേം സ്പീക്കർ പദവിയിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് അധ്യക്ഷനെ സഹായിക്കുന്ന പാനലിൽ നിന്നും ഇന്ത്യ സഖ്യാംഗങ്ങൾ വിട്ടുനിന്നു. ഭരണഘടനയുടെ ചെറുപതിപ്പുമായി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഒത്തുകൂടിയ ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. പ്രതിപക്ഷം സഭയുടെ മര്യാദ പാലിക്കണമെന്ന മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടേത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് മല്ലികാർജുൻ ഖർഗെ തിരിച്ചടിച്ചു. 24 ഡൽഹി. രണ്ടില കൈവിട്ട് ഡൽഹി കയറിയ ഫ്രാൻസിസ് ജോർജ് ചിഹ്നം മറക്കാതെയാണ് ആദ്യ ദിനം പാർലമെന്റിലെത്തിയത്. വോട്ടർമാർ വിജയിപ്പിച്ച ഓട്ടോറിക്ഷയിൽ ആദ്യ ദിനം പാർലമെന്റിലെത്തിയാണ് ഫ്രാൻസിസ് ജോർജ് വ്യത്യസ്തനായത്. പാർലമെന്റിലെ പ്രവേശനോത്സവം എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന ചിന്തയിൽ ഫ്രാൻസിസ് ജോർജ് ഒടുവിലെത്തിയത് ചിഹ്നമായ ഓട്ടോറിക്ഷയിൽ. ഓട്ടോറിക്ഷ ചിഹ്നത്തോടുള്ള ബഹുമാനാർത്ഥം ആദ്യത്തെ ദിവസം ജനകീയമാവട്ടെ എന്ന് കരുതിയാണ് ഫ്രാൻസിസ് ജോർജ് അല്പം വ്യത്യസ്തനായത്. നമ്മുടെ ചിഹ്നം അതായിരുന്നല്ലോ, ഓട്ടോറിക്ഷ ആയിരുന്നല്ലോ. ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ടിയതാണ് ജനങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ ഓട്ടോറിക്ഷ ചിഹ്നത്തോടുള്ള ഒരു ബഹുമാനാർത്ഥം ജനങ്ങൾ നൽകിയ അംഗീകാരത്തിനൊരു നന്ദി സൂചകമായി ഞാൻ ഈ ചിഹ്നത്തിൽ തന്നെ പോകാമെന്ന് വെച്ചാൽ. എന്നും ഇങ്ങനെയാകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഫസ്റ്റ് ഡേ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ ദിവസം ജനകീയമായിട്ട് തന്നെ പോകാമെന്ന് വെച്ചാൽ. സാധാരണക്കാരനല്ല, എല്ലാവരും ഉപയോഗിക്കുന്നില്ല ഓട്ടോറിക്ഷ. എനിക്ക് തോന്നുന്നു സാധാരണക്കാരനും പണമുള്ളവരും എല്ലാവരും അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഓട്ടോറിക്ഷയാണ് ഉപകരിക്കുക. അന്നേരം കാറും ടാക്സിയും നോക്കി കിട്ടിയെന്ന് വരില്ല. പാർട്ടി മുൻപ് മത്സരിച്ചിട്ടുള്ള ട്രാക്ടർ ചിഹ്നം ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിസ്റ്റിൽ ഇല്ലാത്തതിനാലാണ് ഫ്രാൻസിസ് ജോർജ് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത്. 24 ഡൽഹി. ഹംസ പറയുന്ന ഓട്ടക്കാരനെ മറക്കാത്തവരുന്നു. അത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത്. അപ്പോൾ ആദ്യ ദിവസം പ്രധാനമായി കഴിയുന്നു ഫ്രാൻസിസ് ജോർജ്. അപ്പോൾ എം പിക്ക് എല്ലാവിധ ആശംസകളും നേരുകയുമാണ്. കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണക്കാരൻ മുഖ്യമന്ത്രി എന്ന LDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴികാടൻ പാലായിൽ നവകേരള സദസ്സിനിടെ തന്നെ ശകാരിച്ചതുൾപ്പെടെ തിരിച്ചടിയായി. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് തോമസ് ചാഴികാടന്റെ വിമർശനം. UDF തരംഗത്തിൽ കോട്ടയത്തും LDFന് അടിപതറിയെന്നായിരുന്നു കേരള കോൺഗ്രസ് എം ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴികാടൻ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പാലായിൽ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ ശകാരിച്ചത് കൂടുതൽ തിരിച്ചടിയായെന്നാണ് ചാഴികാടന്റെ പരാതി. ഉറപ്പായും ലഭിക്കുമായിരുന്ന വോട്ടുകൾ ഇതിലൂടെ ഇല്ലാതാക്കി. CPM വോട്ടുകൾ എവിടെ പോയെന്ന് അന്വേഷിക്കണമെന്നും തോമസ് ചാഴികാടൻ ആവശ്യപ്പെട്ടു. LDFൽ ഇക്കാര്യം അവതരിപ്പിക്കണമെന്നും വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കണമെന്നും മറ്റു ചില നേതാക്കളും അഭിപ്രായപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടെന്ന നിലപാടാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സ്വീകരിച്ചത്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് CPM വിട്ടു നൽകിയ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലുണ്ടായ ഈ വിമർശനങ്ങൾ LDFൽ ഉന്നയിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി കൂടുതൽ ജില്ലാ കമ്മിറ്റികൾ. EP ജയരാജന്റെ BJP അനുകൂല പ്രസ്താവനകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. AK ബാലനെതിരെയായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ പൊതുവികാരം. കാസർഗോഡ് KK ശൈലജയും EP ജയരാജനും പങ്കെടുത്ത യോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ നേതാക്കൾക്കെതിരെ തുറന്നടിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് BJP സ്ഥാനാർത്ഥികളുടെ മികവിനെക്കുറിച്ചടക്കം EP ജയരാജൻ നടത്തിയ പ്രസ്താവനകൾ തിരിച്ചടിയായി. പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വോട്ടെടുപ്പ് ദിവസത്തെ പ്രസ്താവനയും വലിയ തോതിൽ വോട്ടർമാരെ സ്വാധീനിച്ചു. ക്ഷേമ പെൻഷനുകൾ നൽകാതിരുന്നതിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ശക്തമായിരുന്ന സർക്കാർ വിരുദ്ധ വികാരം കാണാതെ പോയെന്നും വിമർശനമുയർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായതായും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കുന്ന രീതിയിലായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പല പ്രസ്താവനകളുമെന്നായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആക്ഷേപം. വീണ വിജയന്റെ വിഷയത്തിലടക്കം AK ബാലന്റെ പ്രസ്താവനകൾ അനവസരത്തിലായി. ചിഹ്നം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന് പ്രവർത്തകരോട് പരസ്യമായി ആവശ്യപ്പെട്ടതും തിരിച്ചടിച്ചു. നെല്ല് സംഭരണത്തിലെ പോരായ്മകളും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയുമാണ് PB അംഗത്തെ മത്സരിപ്പിച്ചിട്ടും തോൽക്കാൻ കാരണമായതെന്നും ആരോപണമുയർന്നു. മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ രീതിയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ട് കാര്യമില്ലെന്നും ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകി. 24 കാസർഗോഡ്, പാലക്കാട്.
സർക്കാർ ജീവനക്കാർക്കുള്ള ജീവാനന്ദം പദ്ധതിക്കെതിരെ വിമർശനം. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കും പോലെയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലായിരുന്നു മറുപടി. ORKകൾ മന്ത്രിയായതോടെ സഭയിൽ മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങളിൽ മാറ്റം വന്നു. ജീവാനന്ദം പദ്ധതിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ തള്ളിക്കൊണ്ടാണ് ധനമന്ത്രിയുടെ മറുപടി. ജീവാനന്ദം നിർബന്ധിത പദ്ധതിയല്ലെന്നും സർക്കാർ ഗ്യാരണ്ടിയിൽ ഇൻഷുറൻസ് ലഭിക്കുന്നത് നല്ല കാര്യമല്ലേ എന്നും കെ.എൻ. ബാലഗോപാൽ. ഒരു നിശ്ചിത തുക ജീവനക്കാരിയുടെ മരണം വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ജീവാനന്ദ പദ്ധതിയെ സംബന്ധിച്ചാണ്. എന്നാൽ ഈ പദ്ധതി ഒരു നിർബന്ധിത പദ്ധതിയായല്ല വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിന് വിദഗ്ധരെ ചുമതലപ്പെടുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ തുടർ നടപടിയെപ്പറ്റി ആലോചിക്കൂ. ശമ്പളവും ക്ഷാമബദ്ധയും മുടങ്ങിയ ജീവനക്കാർക്ക് പദ്ധതിയിൽ സംശയമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. സാർ, യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ശമ്പളമില്ല. കാരണം യൂണിവേഴ്സിറ്റിയുടെ പണം ഗവൺമെൻറ് എടുക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കുന്നില്ല. DA 19% കൊടുക്കാനുണ്ട്. ലീവ് സെൻറ്റർ മരവിപ്പിച്ചു. അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി മറന്നുപോകരുത്. ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ സർവ്വ ജീവനക്കാരും ഇതിനെതിരായി അണിനിരന്നിട്ടുള്ളത്. വീണ്ടും അവരുടെ കയ്യിൽ നിന്നുള്ള വരുമാനം എടുത്ത് ഗവൺമെൻറ്റിന് വേസ്റ്റ് ആൻഡ് മീൻസിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗം കണ്ടുപിടിക്കുകയാണ് എന്നാണ് ഇവിടെ ആളുകൾ കരുതുന്നത്. കെ രാധാകൃഷ്ണന് പകരം ORKകളും മന്ത്രിസഭയിലെത്തിയതോടെ നിയമസഭയിൽ മന്ത്രിമാരുടെ ഇരിപ്പിടത്തിന്റെ ക്രമം മാറി. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കെ രാധാകൃഷ്ണൻ ഇരുന്ന സീറ്റിൽ രണ്ടാമനായി. റവന്യൂ മന്ത്രി കെ രാജനാണ് മൂന്നാമൻ. രണ്ടാം നിരയിൽ മന്ത്രി ജെ ചിഞ്ചുറാണിക്കൊപ്പമാണ് ORKളുവിന് സീറ്റ്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്നാക്കണമെന്ന പ്രമേയം നിയമസഭ പാസാക്കി. മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പേര് മാറ്റാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ഏകകണ്ഠേനയാണ് നിയമസഭ പാസാക്കിയത്. നേരത്തെ 2023 ഓഗസ്റ്റിലും നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഭരണഘടനയുടെ 1-8 പട്ടികകളിൽ ഉൾപ്പെടുത്തി പേരുമാറ്റം നടപ്പാക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ 1-ാം പട്ടികയിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇന്ന് തിരുത്തൽ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കേരളയല്ല, കേരളം. മുതലപ്പുഴയിലെ അപകട പരമ്പരയെ ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടും അദാനി കമ്പനിക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പ്രശ്നങ്ങൾ 1.5 വർഷത്തിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് സർക്കാരിന്റെ മറുപടി. മുന്നറിയിപ്പുകൾ അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് അപകട കാരണമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മുതലപ്പുഴയിലെ തുടർച്ചയായ അപകട മരണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അദാനി ഗ്രൂപ്പ് തയ്യാറായില്ലെങ്കിൽ സർക്കാർ ഇടപെടണമെന്ന് നോട്ടീസ് നൽകിയ M. വിൻസെന്റ് ആവശ്യപ്പെട്ടു. അവിടെ മണലടിയുന്നതാണ്, അത് നീക്കം ചെയ്യാൻ ഉള്ള നടപടികളിലാണ് ഈ ലാപ്സ് ഉണ്ടായിരിക്കുന്നത്. അത് സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ സർ? മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ അവഗണിക്കുന്നതാണ് അപകടത്തിന് കാരണമെന്നും മന്ത്രി സജി ചെറിയാൻ. വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നും മന്ത്രി. രൂക്ഷമായ തിരമാലകൾ ആ പ്രദേശത്തുണ്ടാകുന്നതാണ് രണ്ടാമത്തെ കാര്യം. അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നത് മൂലം അപകടം സംഭവിക്കും. പല കുടുംബങ്ങളും സാർ അനാഥത്വം പേറുകയാണ്. 8 വർഷത്തിനിടെ 74 മരണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എഗ്രിമെന്റ് വയലേറ്റ് ചെയ്ത് അദാനി ഗ്രൂപ്പ് അദാനി പോർട്സ് ചെയ്തപ്പോൾ ഒന്നുകിൽ അവർ ചെയ്യണം, അല്ലെങ്കിൽ സർക്കാർ ചെയ്ത് അവരിൽ നിന്ന് പണം ഈടാക്കണം. നിങ്ങൾ ഇതൊന്നും ചെയ്യാതെ ഒരു നടപടിയും അദാനി ഗ്രൂപ്പിനെതിരായി അദാനി പോർട്ടിനെതിരായി ചെയ്യാതെ നിങ്ങൾ അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോദിച്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ. പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള ചോദ്യപേപ്പർ കവറുകൾ നേരത്തെ പൊട്ടിച്ചു എന്നാണ് സംശയം. നീറ്റ് ക്രമക്കേടിൽ മഹാരാഷ്ട്രയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പരീക്ഷാ ക്രമക്കേടിൽ ED അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തുന്ന അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായത്. കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്ത ചോദ്യപേപ്പറുകളുടെ ഫോറൻസിക് പരിശോധനയിൽ യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുണ്ടെന്ന് കണ്ടെത്തി. ഏതാണ്ട് 68 ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിന് സമാനം. പരീക്ഷാ ചോദ്യപേപ്പറിലെയും കണ്ടെടുത്ത ചോദ്യപേപ്പറിലും സീരിയൽ നമ്പറുകൾ ഒന്നായിരുന്നു. ചോദ്യപേപ്പർ സൂക്ഷിക്കുന്ന കവറുകൾ ശരിയായ മാതൃകയിലല്ല പൊട്ടിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇന്ന് പട്നയിലെത്തുന്ന CBI സംഘം ഇതുവരെ അറസ്റ്റിലായ 18 പ്രതികളെ ഡൽഹിയിൽ എത്തിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ ഡൽഹിയിലായിരിക്കും നടക്കുക.
പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് NSUI ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേസിൽ മഹാരാഷ്ട്രയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. സംശയാസ്പദമായ സന്ദേശങ്ങളും പണമിടപാടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ATS അറസ്റ്റ് ചെയ്തത്. കൂടുതൽ അന്വേഷണത്തിനായി ലാത്തൂർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് യോഗം ചേർന്നേക്കും. 24 ഡൽഹി. അത് കൂടുതൽ ദുരൂഹമാവുകയാണ്. കൂടുതൽ വിശ്വാസ നഷ്ടം അതിന് സംഭവിക്കുകയാണ്. കൃത്യമായ അന്വേഷണം നടത്തി ചോർച്ച എവിടെയാണ്, നേരത്തെ ചോർന്നതിനോട് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വന്നില്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ മണ്ടന്മാരും മണ്ടികളുമാക്കുന്ന അവസ്ഥയാകും. അത് ഉണ്ടാവാതിരിക്കട്ടെ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം നാളെ പുലർച്ചെ നാട്ടിലെത്തിക്കും. തിരുവനന്തപുരം നന്ദിയോട് പൊട്ടഞ്ചിറ സ്വദേശിയായ വിഷ്ണുവിന്റെ വിയോഗ വാർത്ത നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി. സുക്മ ജില്ലയിൽ കുഴിബോംബ് പൊട്ടി വിഷ്ണു ഉൾപ്പെടെ 2 ജവാന്മാർക്കാണ് വീരമൃത്യു. പുതുതായി വാങ്ങിയ വീടിന്റെ പാലുകാച്ചിന് 1.5 മാസം മുൻപാണ് വിഷ്ണു നാട്ടിൽ വന്ന് മടങ്ങിയത്. വിയോഗ വാർത്ത ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുഴിബോംബ് പൊട്ടി ട്രക്ക് തകരുന്നതിന് മിനിറ്റുകൾക്ക് മുൻപും വിഷ്ണു ബന്ധുക്കളെ ഫോണിൽ വിളിച്ചിരുന്നു. വിഷ്ണു ഈ ഭാഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടത്തിലാണ്. വളരെ കാര്യമായിട്ട് വിഷ്ണു മരിച്ചത് തന്നെ ആർക്കും വിശ്വസിക്കാനും പറ്റുള്ളൂ, ഉൾക്കൊള്ളാനും പറ്റുന്നത്. അത്ര ഈ സമൂഹം മൊത്തം ദുഃഖവും ദുരിതവും വേദനയുമായിട്ട് അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അത്ര വലിയ നല്ല നിറഞ്ഞ സാന്നിധ്യമുള്ള ഒരു പയ്യനായിരുന്നു. അവസാനം ഒരു മാസം ആയി ഒരു വീടിന്റെ പാലിയാച്ച കഴിഞ്ഞിട്ട് പോയുള്ളൂ. കുഞ്ഞുനാൾ മുതൽ വിഷ്ണുവിന്റെ ആഗ്രഹമായിരുന്നു പട്ടാളത്തിൽ ചേരണമെന്ന്. 10 വർഷം CRPFൽ സേവനം. ആദ്യം കാശ്മീരിലായിരുന്നു, പിന്നീട് ജാർഖണ്ഡിൽ. 2 വർഷം മുൻപാണ് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് പ്രശ്നബാധിത മേഖലകളിലെത്തിയത്. G. രഘുവരൻ അജിത ദമ്പതികളുടെ മകനാണ്. ഭാര്യ നിഖില തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ നഴ്സാണ്. 7ഉം 3ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. നാളെ പുലർച്ചെ 1:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം പള്ളിപ്പുറം CRPF അധികൃതർ ഏറ്റുവാങ്ങും. രാവിലെ പൊതുദർശനം. പാലോടുള്ള പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാരം. 24 തിരുവനന്തപുരം. വയനാട് കേണിച്ചിറയിൽ പിടികൂടിയ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് വനംവകുപ്പ്. കാട്ടിൽ തുറന്നുവിടാൻ കഴിയില്ല. കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാനാണ് നീക്കം. അതിനിടെ ഇടുക്കി മറയൂർ കാന്തല്ലൂരിൽ കാട്ടാനകൾ സ്കൂൾ കോമ്പൗണ്ടിലെത്തിയതിൽ ആശങ്കയിലാണ് നാട്ടുകാർ. കേണിച്ചിറയിൽ വീടുകളിൽ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കളെ കൊന്നുതിന്ന കടുവയാണ് ഇന്നലെ വനംവകുപ്പിന്റെ കൂട്ടിലായത്. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായി. താഴെനിരയിലെ 2 പല്ലുകളില്ല. കാട്ടിൽ ഇര തേടാൻ കഴിയാത്തതിനാലാകണം നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടിയത്. കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാനാണ് നീക്കം. മറ്റു ജില്ലകളിലും വന്യമൃഗശല്യം രൂക്ഷമായി തുടരുകയാണ്. മറയൂർ കാന്തല്ലൂരിൽ ഭീതി പരത്തി കാട്ടാനകൾ സ്കൂൾ കോമ്പൗണ്ടിലെത്തി. ഇന്നലെ രാത്രിയാണ് കാന്തല്ലൂർ എയ്ഡഡ് LP സ്കൂൾ കോമ്പൗണ്ടിൽ 2 കൊമ്പനാനകളെത്തിയത്. സ്കൂൾ കോമ്പൗണ്ടിലെ കൃഷിയും ചെടികളും നശിപ്പിച്ചു. ചുറ്റുമതിലും ഗേറ്റും തകർത്ത ശേഷം പുലർച്ചെയാണ് ആനകൾ പിൻവാങ്ങിയത്. അട്ടപ്പാടി പുലിയപ്പതിയിൽ നിന്ന് അവശനിലയിൽ ധോണിയിലെത്തിച്ച പുലി ആരോഗ്യം വീണ്ടെടുത്തു. തനിയെ ആഹാരം കഴിച്ചു തുടങ്ങി. ആളിപ്പോൾ തന്നെ നമ്മളുമായിട്ട് വളരെ, ഇപ്പോൾ നിങ്ങൾ ചെന്നപ്പോഴും ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ മനുഷ്യന്മാരെ കണ്ടാൽ ആൾ വളരെ സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. ഒരു പഴയ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വളരെ ഹാർഷായിട്ടുള്ളൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. കടുവയുടെ ആക്രമണത്തിലാണ് പുലിക്ക് പരുക്കേറ്റത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 വയനാട്. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖറിന്റെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്ത്. ഇൻകം ടാക്സ് ഓഫീസർ ചമഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി വ്യാജ പരാതി നൽകി. തട്ടിപ്പ് കണ്ടെത്തിയ പോലീസുകാരന് കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്ന ശബ്ദ സന്ദേശം 24ന് കിട്ടി. ശ്രുതിക്ക് പോലീസിൽ നിന്ന് തന്നെ സഹായം കിട്ടിയതായി വിവരമുണ്ട്. 24 എക്സ്ക്ലൂസീവ്. ശ്രുതി ചന്ദ്രശേഖരൻ മേൽപ്പറമ്പ് SI അരുൺ മോഹനെതിരെ നടത്തിയ ആരോപണങ്ങൾ അന്വേഷിച്ചതോടെയാണ് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തായത്. 2021 ജൂണിൽ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിയ ശ്രുതി ഇൻകം ടാക്സ് സബ് ഇൻസ്പെക്ടറിന് സ്വയം പരിചയപ്പെടുത്തി. വ്യാജമായി തയ്യാറാക്കിയ തിരിച്ചറിയൽ രേഖ പോലീസുകാരെ കാണിച്ചു. അയൽവാസിക്കെതിരെ യുവതി നൽകിയ പരാതി വ്യാജമെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. മാത്രമല്ല, ശ്രുതി ചന്ദ്രശേഖരൻ പ്രതിയെന്നാരോപിച്ച വ്യക്തിയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്തെന്നും വ്യക്തമായി. ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസുകാരനെ യുവതി സ്വാധീനിക്കാൻ ശ്രമിച്ചു. കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്ന ശബ്ദ സന്ദേശം 24ന്. ഗൂഗിൾ പേ ഞാൻ ഗൂഗിൾ പേ ഇടാം. അത് നമ്മൾ 2 മാത്രമേ അറിയത്തുള്ളൂ. ഏത്?
നല്ല രീതിയിൽ കലമ്പൊന്നും ആക്കാതെ നല്ല രീതിയിൽ സെറ്റ് നല്ല ആക്കിയാല് സാറിന് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഇടും. അത് കൈക്കൂലിയൊന്നും അല്ലാന്ന് നമ്മൾ അറിയത്തുള്ളൂ. അതൊന്നല്ല, നമ്മൾ എന്താ വെച്ചാൽ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അത് എല്ലാ മേഖലയിലുള്ള കാര്യമാണ്. ശ്രുതി നൽകിയ വ്യാജ പരാതിയിൽ കേസ് അന്വേഷിച്ച പോലീസുകാരന് നടപടി നേരിട്ടു. ഇദ്ദേഹത്തിന്റെ ശമ്പള വർധന തടഞ്ഞതിൽ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. യുവതിക്ക് പിന്തുണയുമായി സേനയ്ക്കുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നെന്നും യുവതിയെ പിടികൂടിയാൽ തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നുമാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. ബസ് യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട രോഗിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാർ. പാലക്കാട് നെന്മാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന തരങ്കിണി ബസ് ജീവനക്കാരാണ് സർവീസ് നിർത്തിവെച്ച് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച് മാതൃകയായത്. നിഖിൽ പ്രമേഷ് പാലക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീണ്ടും മാതൃകയാവുകയാണ് പാലക്കാട്ടെ ബസ് ജീവനക്കാർ. നെന്മാറ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന തരങ്കിണി ബസ്സിൽ വെച്ച് ഇന്ന് രാവിലെ ഒരു യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അദ്ദേഹത്തെ വളരെ വേഗത്തിൽ ഇവർ രണ്ടുപേർ ചേർന്ന്, കണ്ടക്ടറും ഡ്രൈവറും ചേർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മറ്റ് യാത്രക്കാരെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ രോഗാവസ്ഥയിലുള്ള ആളെക്കുറിച്ച് മാത്രം ആലോചിച്ച് വളരെ വേഗത്തിൽ വാഹനം എത്തിക്കുകയും അവിടെ വെച്ച് മതിയായ ചികിത്സ അവിടെയുള്ള ഡോക്ടർമാർ നൽകുകയും ചെയ്തു. എന്തായാലും ഈ നല്ല പ്രവൃത്തിയെ കൈയടിച്ചുകൊണ്ട് ആദരിക്കുകയാണ് നാടും അതോടൊപ്പം തന്നെ അവരുടെ സഹപ്രവർത്തകരും. എന്താണ് ആദ്യം നിങ്ങൾ കണ്ടൊരു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ആദ്യം ഈ കുട്ടി വീണ് കിടക്കണമുണ്ട്. അപ്പോൾ ഒരാൾ പിടിച്ചു നോക്കുമ്പോൾ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞ ആസ്മാറാണോ പറഞ്ഞു. അങ്ങനെ നോക്കാം ചാവി എടുത്ത് കൊടുത്തപ്പോൾ കുറച്ച് കിടന്നു വായിൽ നിന്ന് ഇങ്ങനെ ഇത് വരാൻ തുടങ്ങി. അപ്പോൾ ശരി വേണ്ട ഡ്രൈവർ ഞാനും കൊണ്ട് വേഗം ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നേരത്തെ ഇത്തരം അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളെ ബസ്സിൽ? ഇല്ല, ഞാൻ ബസ്സിലാണ് 1 വർഷം ആവണുള്ളൂ. അതിന് മുന്നിൽ ലോറിയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു വയ്യാതെ നിൽക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല? ഇല്ല, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വണ്ടി വെച്ച ഒരാൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലനിലം. ഞാൻ ഏത് വണ്ടി ഓടിച്ചാലും മറ്റുള്ളവർക്ക് എനിക്കെന്തെങ്കിലും പറ്റിയാൽ അവർക്ക് സംഭവിക്കാൻ പാടില്ല. അവരെ സേഫ്റ്റി കൂടെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. എവിടെ വെച്ചാണ് സംഭവിക്കുന്നത്? ഇത് തേങ്കുറിശ്ശി. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ സ്റ്റോപ്പിൽ ഒന്നും ആളെ നിർത്താതെ നേരെ വന്നു. യാത്രക്കാരെ സഹായിച്ചു. യാത്രക്കാരെന്താ പറഞ്ഞത്? വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ ഇറങ്ങേണ്ട ആളുകളൊക്കെ അതിനോട് സഹകരിച്ചിട്ട് മാറി നിൽക്കും. ഇവിടുത്തെ കൗൺസിലർ കൂടിയുണ്ട്. എന്താണ് തോന്നിയത് ഇത് കേട്ടപ്പോൾ? പൊതുവെ ഡ്രൈവർമാരെ കുറിച്ചിട്ട് നാട്ടിൽ പ്രചരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. യാത്രക്കാരോട് മോശമായി പെരുമാറുക എന്നുള്ളതൊക്കെ പറയും. അവർക്കിടയിലും ധാരാളം നന്മ മരങ്ങളുണ്ട്. നല്ലത് ചെയ്യുന്ന സേവനം ചെയ്യുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും വിവേകം ശിവദാസും ഇക്കാര്യത്തിൽ വളരെ മാതൃകയാണ്. റിസ്ക് എടുത്തിട്ട് തന്നെ യാത്രാമധ്യേ ദേഹാസ്വാസ്ഥ്യം അനുഭവിച്ച ആ യാത്രക്കാരനെ റിസ്ക് എടുത്ത് ജില്ലാശുപത്രിയിൽ എത്തിക്കുകയും ആവശ്യമായ ചികിത്സ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുകയും ചെയ്തു. ഇതെല്ലാ ഡ്രൈവർമാർക്കുമുള്ള ഒരു മാതൃകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത്തരം നല്ല മാതൃകകളെ ജനമധ്യത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത്. കാരണം വളർന്നു വരുന്ന തലമുറ, സമൂഹം ഇതൊരു മോഡലാക്കി മാറ്റണം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം നന്മകളെ വെൽഫെയർ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് വെൽഫെയറിൻ്റെ ഒരു നയം എന്ന് പറയുന്നത്. തീർച്ചയായും എന്തായാലും നേരത്തെ ഒറ്റപ്പാലത്തും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയതുമാണ്. ഇത്തരത്തിലുള്ള നല്ല മാതൃകകൾ ഇനിയും തുടരട്ടെ. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഇനി കാൽപന്തോളം. കോയറോൺ മാട്രസസ് യൂറോ കോപ്പ കാൽപന്തോളം സമർപ്പിക്കുന്നത് കോയറോൺ മാട്രസസ്. സ്ലീപ് ബെറ്റർ, ലിവ് ബെറ്റർ. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ ഇന്ന് ഇറ്റലി ക്രൊയേഷ്യ വമ്പൻ പോരാട്ടം. രാത്രി 12:30-ക്കാണ് മത്സരം. ഇതേ സമയത്ത് നടക്കുന്ന മറ്റൊരു കളിയിൽ സ്പെയിൻ അൽബേനിയയെ നേരിടും. മരണ ഗ്രൂപ്പിൽ നിന്ന് കരകയറാൻ മരണപ്പോരിന് ക്രൊയേഷ്യയും ഇറ്റലിയും. ഇരു ടീമുകളെയും തോൽപ്പിച്ച സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ എത്തിക്കഴിഞ്ഞു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് അവസാന 16-ലെത്തുന്ന രണ്ടാം ടീമാകാനാണ് ഈ പെരും പോരാട്ടം. സ്പെയിനോട് തോൽക്കുകയും അൽബേനിയയോട് സമനിലയിൽ കുരുങ്ങുകയും ചെയ്ത ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയെ ജയത്തിൽ കുറഞ്ഞതൊന്നും രക്ഷിക്കില്ല. ഒറ്റ പോയിന്റുമായി ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ക്രോട്ടുകൾ. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്കുള്ളത് 3 പോയിന്റ്. അൽബേനിയക്കെതിരെ ജയിച്ച ഇറ്റലി സ്പെയിനെതിരെ സെൽഫ് ഗോളിലാണ് വീണത്. നിലവിലെ ഫോം നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യയുടെ വയസ്സൻ പടയ്ക്കെതിരെ ഇറ്റലിയുടെ യുവനിരയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. അൽബേനിയക്കെതിരെ സ്പെയിൻ ജയിക്കുകയോ അല്ലെങ്കിൽ മത്സരം സമനിലയിലാവുകയോ ചെയ്താൽ ക്രൊയേഷ്യക്കെതിരെ തോൽക്കാതിരുന്നാൽ മതി ഇറ്റലിക്ക് പ്രീ ക്വാർട്ടറിലെത്താൻ. ഗ്രൂപ്പിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ടാണ് സ്പെയിൻ അൽബേനിയക്കെതിരെ ബൂട്ട് കെട്ടുന്നത്. പ്രീ ക്വാർട്ടറിന് മുമ്പ് ഇതുവരെ പരീക്ഷിക്കാത്തവരെ കളത്തിലിറക്കാനുള്ള അവസരം കൂടിയാണ് സ്പെയിനിത്. അതേസമയം സ്പെയിനെ അട്ടിമറിച്ചാൽ അൽബേനിയയ്ക്കും പ്രീ ക്വാർട്ടർ സാധ്യത നിലനിർത്താം. സ്പോർട്സ് ഡെസ്ക്.
24. ലോകകപ്പിൽ സെമി ഉറപ്പിക്കാൻ ടീം ഇന്ത്യ ഇറങ്ങുന്നു. രാത്രി 8-ന് സെന്റ് ലൂസിയിൽ നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. സെമി പ്രതീക്ഷ നിലനിർത്താൻ ഓസീസിനും ജയം അനിവാര്യമാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും ഏകദിന ലോകകപ്പിലും ഇന്ത്യയെ കണ്ണീരിലാഴ്ത്തി കിരീടം നേടിയ ഓസ്ട്രേലിയയ്ക്ക് പണി കൊടുക്കാൻ സുവർണ അവസരം. സൂപ്പർ 8-ലെ 3ാം ജയത്തോടെ സെമിയിലേക്ക് മുന്നേറുന്നതിനൊപ്പം ഓസ്ട്രേലിയയുടെ വഴിമുടക്കുകയും ചെയ്യാം രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും. 2-ൽ 2 കളിയും ജയിച്ച 4 പോയിന്റോടെ ഗ്രൂപ്പ് 1-ൽ മുന്നിലാണ് ടീം ഇന്ത്യ. 2.425 എന്ന പോസിറ്റീവ് റൺ റേറ്റുമുണ്ട്. ഇന്ത്യ അവസാന 4-ൽ ഇടം പിടിക്കാതിരിക്കണമെങ്കിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കണം. ഓസ്ട്രേലിയയോട് 41 റൺസിന് തോൽക്കുകയും അഫ്ഗാനിസ്ഥാൻ 83 റൺസിന് ബംഗ്ലാദേശിനെ തോൽപ്പിക്കുകയും ചെയ്താലേ ഇന്ത്യയുടെ വഴിയടയൂ. ഓസ്ട്രേലിയയ്ക്കാകട്ടെ ഇന്ത്യക്കെതിരെ ജയം അനിവാര്യമാണ്. ഒപ്പം അഫ്ഗാനിസ്ഥാൻ തോൽക്കുകയും വേണം. ഓസ്ട്രേലിയക്കെതിരെയും ഇന്ത്യൻ ടീമിൽ മാറ്റത്തിന് സാധ്യതയില്ല. ബംഗ്ലാദേശിനെതിരെ 34 റൺസ് അടിച്ച ശിവൻ ദുബെ സ്ഥാനം സുരക്ഷിതമാക്കിയതോടെ സഞ്ജു സാംസൺ ഇന്നും പുറത്തിരിക്കേണ്ടി വരും. ലോകകപ്പിൽ ഇത് 6ാം തവണയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും മുഖാമുഖം വരുന്നത്. ഇതിൽ 3-2 മുൻതൂക്കം ഇന്ത്യക്കുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.